ഈ മുൻ കെ പി സി പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു താങ്കൾ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ് താങ്കളുടേത്, താങ്കൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ, താങ്കളെ ബലിയേടാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് മറുപടി? സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കാം. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എന്നെങ്ങനെയാണ് പറയുക? അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തോ? നിങ്ങൾ പാർട്ടിയോടൊന്ന് പറയണം. അദ്ദേഹം വഴി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ പാർട്ടിയിലെ രീതികൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള പലർക്കും അറിയില്ല. അതാണ് പ്രശ്നം. CPIM എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്താണ് അതിൻ്റെ ഒരു സംഘടനാ രീതി, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നോ മത്സരിക്കരുതെന്നോ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയുണ്ടോ? പ്രശ്നം കോൺഗ്രസ് പോലെയാണ് എല്ലാ പാർട്ടിയും ഒന്ന് ധരിച്ചു പോവുകയാണ്. ദയവായിട്ട് മുൻ KPCC പ്രസിഡൻ്റല്ലേ പറഞ്ഞു ആരാ? അപ്പോൾ ദയവായി അദ്ദേഹം മനസ്സിലാക്കണം, എല്ലാവരും നിങ്ങളെപ്പോലെയല്ല. അദ്ദേഹത്തിന് അതിപ്പോൾ കുറേശ്ശെ മനസ്സിലായി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു മാസം മുൻപ് പറഞ്ഞെന്തായിരുന്നു? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയി ചുമതല എടുക്കുമ്പോൾ പറഞ്ഞതെന്തായിരുന്നു? അതിനുശേഷം ഡൽഹിയിലേക്ക് ഇപ്പോൾ ഒടുവിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കേരളീയ സമൂഹം എത്രമാത്രം വില കൽപ്പിക്കുന്നു എന്നത് ഈ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും പിന്നീടുണ്ടായ വസ്തുതകളുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തോട് എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എല്ലാ പാർട്ടിയും കോൺഗ്രസ് പോലെയല്ല, എല്ലാ പാർട്ടിയിലെയും പ്രവർത്തകർ കോൺഗ്രസിനെ പോലെയും അല്ല. അപ്പോൾ അദ്ദേഹം കഴിയുമെങ്കിൽ ദയവായി CPIMൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്തരം തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. അത്രയേ ഉള്ളൂ.